എന്നാൽ നിന്റെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ കണ്ടുവച്ച പെണ്ണിനെ, അതായത് ദക്ഷയെ മാത്രമേ നീ കെട്ടാൻ പാടുള്ളൂ. എന്നിട്ടും നീ പറഞ്ഞ ഒരു കാര്യവും അവൻ അനുസരിച്ചില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും രമേ? ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം മോഹിച്ച കാര്യങ്ങൾ പോലും ചെയ്യാതെ, അവൻ മോഹിച്ച കാര്യങ്ങളെല്ലാം, ആഗ്രഹിച്ച തൊഴിലുൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ചവനല്ലേ മഹി? നിനക്കത് നിഷേധിക്കാൻ പറ്റൂ? അച്ഛൻ എൻ്റെ അച്ഛനല്ല, ദൈവമാണ്. എത്ര ഈസി ആയിട്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അവൻ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ നിർത്തി അവളെ കല്യാണം കഴിക്കണമെന്ന് നീ പറഞ്ഞപ്പോ അതിന് സമ്മതിച്ച് പെണ്ണ് കാണലിന് സഹകരിച്ചവനല്ലേ ഈ മഹി? നീ പറഞ്ഞ ഏതു വാക്കും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഈ പാവത്തിനെ എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇവൻ എന്തിനാ ആ ലോ കോളേജിൽ ജോലിക്ക് ചേർന്നത്? ലോ കോളേജിൽ ഒരു ലെക്ചററായി ജോലിക്ക് കയറേണ്ട ആവശ്യം എന്താ ഇവനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ രമേ, അവൻ അവിടെ ജോയിൻ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ. എനിക്ക് വേണ്ടി എന്തിനാ ഇവൻ അവിടെ ജോലി ചെയ്യുന്നത്? ഇവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് നേട്ടമുള്ളത്? രമേ, ഇപ്പൊ കുറച്ചു കാലമായി നീ ഇവനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നല്ലാതെ ഒരു കാര്യവും വൃത്തിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. നീ ഇവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്ന് അവളെ കല്യാണം കഴിക്കണമെന്ന് നീ ഇവനോട് ഓർഡർ ഇട്ടു. ആ പെൺകുട്ടി പഠിക്കുന്നത് എവിടെയാ? അവളാ ലോ കോളേജിലല്ലേ പഠിക്കുന്നത്? അവളോട് സംസാരിക്കാനും അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും അടുക്കാനും ഇവിടെ ഇരുന്നാൽ ഇവന് പറ്റുമോ? നിയമം പഠിക്കുന്ന കുട്ടിയെ അതിന് അനുവദിക്കാതെ അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് ശരിയല്ലല്ലോ. കല്യാണം കഴിക്കാതെ എപ്പോഴും അവളുടെ വീട്ടിൽ കയറി ചെല്ലുന്നതും അവളോട് സംസാരിക്കുന്നതും അടുത്ത് ഇടപെടുന്നതും ഒക്കെ നമ്മളെ പോലുള്ള സംസ്കാരമുള്ളവർക്ക് ചേരുന്ന പണിയാണോ? ആ പെൺകുട്ടി അതേ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോ കോളേജിൽ ലെക്ചറായിട്ട് ജോലിക്ക് ചേർന്ന ഇന്നും അവളെ കാണുകയും ചെയ്യാം, അടുത്ത് ഇടപഴകുകയും ചെയ്യാം, ഇരുവർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അച്ഛനൊരു പുലിയാ, ഉപ്പുലി. ശരിയല്ലേ മോളെ? അതിനുവേണ്ടി മാത്രമാ ഇവൻ കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തത്. അർജുൻ സർ, അത് തെറ്റാണെങ്കിൽ നമുക്ക് ജോലി വേണ്ടെന്ന് വെക്കാം. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് ഇനിയും നീ തിരിച്ചറിയുന്നില്ലല്ലോ രമേ. മഹി, നിന്റെ അച്ഛൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണോടാ? എടാ, കുറച്ചു നേരത്തെ എന്നോട് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അങ്ങോട്ട് പറയടാ. അതെ. ഗോൾഡൻ ചാൻസാ മിസ്സായി പോയത്.
ഛേ, അവസാന നിമിഷം തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എല്ലാം നശിപ്പിച്ചു. രമാദേവിയെ എങ്ങനെ വീഴ്ത്തണം എന്നുള്ള കൃത്യമായ തിരക്കഥ ഒരുക്കി രമാദേവിയെ ഇങ്ങേരങ്ങ് വീഴ്ത്തി. മോനെ മഹി, എനിക്കിഷ്ടപ്പെടാത്ത എന്ത് കാര്യം നീ ചെയ്താലും ഞാൻ അതൊന്നും കാര്യമാക്കാതെ ഇതുവരെയും വിട്ടുകളയുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ സൗജന്യം നീ പ്രതീക്ഷിക്കരുത്. കുഞ്ഞുനാൾ മുതല് എന്നും എന്റെ വാക്കുകേട്ട് എനിക്ക് വേണ്ടി ജീവിച്ചവനാ എന്റെ മൂത്ത മകനായ ഈ അർജുൻ. എന്റെ നിഴലായിട്ടാ ഞാനിവനെ കണ്ടത്. എന്തു വന്നാലും ഇവൻ ഒരിക്കലും എന്നെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ ഇവൻ എന്റെ എല്ലാ മോഹങ്ങളും തച്ചുടച്ച് എന്നെ ധിക്കരിച്ച് പ്രേമിച്ച പെണ്ണിനെ തന്നെ താലികെട്ടി എന്റെ മുൻപിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞവനാ ഈ അർജുൻ. എന്നാൽ നിന്റെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ കണ്ടുവച്ച പെണ്ണിനെ, അതായത് ദക്ഷയെ മാത്രമേ നീ കെട്ടാൻ പാടുള്ളൂ. എനിക്ക് നീ ഒരു സത്യം ചെയ്തു തന്നിട്ടുണ്ട്. അത് നീ മറന്നിട്ടില്ലല്ലോ. ദക്ഷയെ കാണാൻ വേണ്ടിയും ഇടപഴകാനും വേണ്ടിയാണെങ്കിൽ നീ സന്തോഷത്തോടെ കോളേജിൽ ചേർന്നോളൂ. അവളെ നീ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ അത് നിനക്ക് അത്രമാത്രം ഗുണം ചെയ്യും. മഹി, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് നീ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചോ. ചെല്ല്, ചെല്ലടാ. അമ്മേ, നീ നന്നായി വരും മോനെ. നീ ആഗ്രഹിച്ചതെല്ലാം സാധിക്കും. മതി, എനിക്കത് മതി. ഐശ്വര്യമായിട്ട് കോളേജിലേക്ക് പോയിക്കോ. മഹി, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കേ. മുത്തശ്ശി, എന്നാ ഞാൻ പോട്ടേമേ, ഇപ്പൊ തന്നെ ലേറ്റായി. ശരി. എന്തായാലും കോളേജിലേക്ക് പോകുന്നല്ലേ, പുതിയ സ്റ്റൈലിൽ പോവാം. അല്ല ഏട്ടത്തി? വാ അമ്മേ. ഹാ